നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നാട്ടിലെത്തി, ഇത് കേരളമല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നു. എന്നാൽ നിങ്ങളൊന്ന് ഞെട്ടിക്കോ, ഇത് ഡൽഹിയാണ്. മെട്രോ പിടിച്ച് ഞാനും അമ്മയും നേരെ പോയത് ഉത്തരഗുരുവായൂർ അമ്പലത്തിലാണ്. ഉത്തരഗുരുവായൂർ അമ്പലം പിങ്ക് ലൈനിലാണ് ഉള്ളത്. ഡൽഹിയിലുള്ള മലയാളികളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആയിരിക്കും ഇതെന്നാണ്. മെട്രോ സ്റ്റേഷന്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അധികം ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണതും നമ്മുടെ അമ്പലമാണ് കേട്ടോ. അധികം നടക്കേണ്ട ഒന്നും കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്തോ നാട്ടിലേക്ക് കിടന്ന ഒരു ഫീൽ ആയിരുന്നു. നമ്മളിവിടെ വന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷനിലാണ്. അതായത് ഇന്ന് ഇവിടുത്തെ ഉത്സവമാണ്. ഉത്സവത്തിന്റെ ലാസ്റ്റിന്റെ തലേ ദിവസമാണ്. ഇവിടെ ദിവസം ഉച്ചയ്ക്കും രാത്രിയും രാവിലെ ഒക്കെ അന്നദാനം ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഞാനും അമ്മയായിരുന്നു കേട്ടോ പോയത്. ഞങ്ങൾ ഫുള്ള് നിന്ന് കണ്ടു. അവിടുത്തെ എല്ലാം തീരുന്ന വരെ ആനയുടെ നെറ്റിപ്പെട്ട അഴിച്ചു വെക്കുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കേരളം എത്ര അടിപൊളിയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. അവിടെ മോരുമളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മോരുമളൊക്കെ കുടിച്ചു. സദ്യയുടെ ഹോള് വലിയ ഹോളായിരുന്നു. ഒരുപാട് പേർക്കുള്ള സദ്യ ഉണ്ടായിരുന്നു. ഒരു പക്ക സദ്യ തന്നെയായിരുന്നു. സദ്യയുടെ എല്ലാ കൂട്ടും ഉണ്ടായിരുന്നു. സാമ്പാർ, മോരൂട്ടാൻ, അവിയല്, തോരൻ, പിന്നെ രസം, മോര്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി കാണാൻ എന്നെ നിങ്ങൾ കണ്ടിട്ട്. അത് വേറെ ഒന്നുമല്ല, എന്റെ മടി കാരണമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് 16-ാം തീയതി എന്താണ്. പിന്നെ സദ്യക്ക് 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഒന്ന് സേമിയ പായസം, വേറെ ഒന്ന് പഴം പ്രഥമനും ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ പോലും എനിക്ക് കൊതിയാവുന്നതാണ്. അങ്ങനെ അവിടുത്തെ കോട്ടയ്ക്കലും കയറി രാസനാഥിപ്പൊടി മേടിച്ചിട്ട് ഞങ്ങൾ മടങ്ങി. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട.